ഇപ്പൊ ടി വി ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ പ്രളയം നേരിടുന്നതിൽ കോൺഗ്രസ് സർക്കാരിന്റെ പിടിപ്പുകേടുകളെ പറ്റിയൊക്കെയാണ് ചർച്ചകൾ പ്രധാനമായിട്ടും. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ, അഥവാ കൈരളി 2.0 എന്ന് പറയുന്നതിനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഈ ഇലക്ഷന് മുന്നേ ഇപ്പം ഈ കേരളത്തിൽ നടന്ന കഴിഞ്ഞ ഇലക്ഷന് മുന്നേ ആയിട്ട് ഇവരൊരു പ്രവചനം നടത്തി ആര് ജയിക്കുമെന്നുള്ളത്. അതൊരു ഇലക്ഷൻ ഒരു 10 ദിവസം മുന്നേ ഇവരുടെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്ത് തന്നെയായിരുന്നു. അപ്പം അന്ന് മുതൽ നമ്മുടെ ചാനലിന്റെ മുതലാളിയും ചീഫ് എഡിറ്റർ മുട്ടയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, കുറഞ്ഞ 100 സീറ്റിലെങ്കിലും ഭൂരിപക്ഷത്തിൽ CPM ജയിക്കുമെന്ന് വളരെ കോൺഫിഡൻറ്റോടെ, ഇത് സയന്റിഫിക് ആയിട്ട് ഡേറ്റയൊക്കെ എവിടെ നിന്നൊക്കെയോ എടുത്ത് അതൊക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്ത് തകർക്കരുത്. 100 സീറ്റിന് മേളിൽ അതിങ്ങനെ ഇലക്ഷൻ അടുക്കും തോറും 100 എന്നുള്ളത് 98ആയി, 95ആയി, 90ആയി, 80ആയി, 80 അങ്ങനെയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇലക്ഷന് തൊട്ട് മുന്നേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് LDFന് മുൻതൂക്കം ഉണ്ടാവും, പക്ഷെ ഒരുപാട് 100ന് മേളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലേക്കൊക്കെ അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ പ്രവചനം അടപടലം അങ്ങോട്ട് മൂഞ്ചി. അപ്പോൾ ആലോചിച്ച് നോക്ക്, ചീഫ് എഡിറ്ററായിട്ടിരിക്കുന്ന ആൾ മുതലാളി ഇരിക്കുന്നു ഡെസ്കിൽ, മീറ്റ് ദ എഡിറ്റേഴ്സിൽ. അപ്പോൾ ഇതെല്ലാം മൂഞ്ചി കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ട്രോമയായല്ലോ. കാരണം ആൾക്കാർ ഒരുപാട് ട്രോളുകൾ ഇറങ്ങി, നിങ്ങൾക്ക് ആൾക്കാരുടെ പൾസ് ഒട്ടും കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്രോളുകളൊക്കെ ആയി, അങ്ങനെ നാറി ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് കോൺഗ്രസിൽ വേറൊരു പ്രശ്നം വന്നത്. അതായത് മുഖ്യമന്ത്രി ആരാവണം എന്നും പറഞ്ഞിട്ട് ഒരു 10 ദിവസത്തേക്ക് കുറേ ഡ്രാമയൊക്കെ വന്നല്ലോ. കോൺഗ്രസിന്റെ ഒരവസ്ഥ അതാണ്, അത് വേറെ കാര്യം. അപ്പോൾ സതീഷിന് വേണ്ടിയിട്ട് ജനങ്ങൾ പറയുന്നു, പക്ഷെ വേറെ 2 കാൻഡിഡേറ്റ് KC വേണുഗോപാലും മറ്റേ രമേശ് ചെന്നിത്തലയൊക്കെ. അപ്പോൾ ഇവന്മാർ ചെയ്തു, എന്നാൽ അടുത്ത കോൺഗ്രസിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാം. ഉടനെ KCക്ക് വേണ്ടി ബാറ്റിംഗ് തുടങ്ങി. ഏത് ഈ പറയുന്നതിൽ 2 സ്ത്രീകൾ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവരുടെ കാര്യം പറയുന്നില്ല, അവർ ജേർണലിസ്റ്റുകളാണ്, സീനിയേഴ്സാണ്. പക്ഷെ മുതലാളി ഇരിക്കുമ്പോൾ മുതലാളിയോട് എങ്ങനെയാണ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വോയിസ് പലപ്പോഴും സപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചീഫ് എഡിറ്ററിനും മുതലാളിക്കും സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ KCക്ക് വേണ്ടി ബാറ്റിംഗ് തുടങ്ങി. അവസാനം KCയുടെ കാര്യം വന്നപ്പോൾ അതും മൂഞ്ചി, സതീശനായി. അതോടുകൂടി ട്രോമ എന്നുള്ളതൊരു സൈക്കാട്രിക് ഇഷ്യൂ ആയി മാറി. പിന്നീട് അങ്ങോട്ട് മീറ്റ് ദ എഡിറ്റേഴ്സ് നിങ്ങളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കോൺഗ്രസിനെ ഒതുക്കാം, സതീശനെ മോശക്കാരനാക്കാം. ഓഫ് കോഴ്സ് ഡിഫോൾട്ട് CPMന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു ചാനലാണത്. അപ്പം അങ്ങനെയായി അവരിപ്പോൾ അവസാനം ഇത്തവണ ഏതോ ഒരു ക്യാമ്പിൽ ഭക്ഷണം കിട്ടാൻ വൈകിയെന്നോ ഗ്യാസ് ഊറ്റി എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാലോചിച്ച് നോക്കുക, ഈ 2018 പ്രളയം വന്നപ്പം ഒരുപാട് ക്യാമ്പുകൾ കേരളത്തിലുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലുമൊക്കെ ക്യാമ്പുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണും. അതിങ്ങനെ ഒരു മീറ്റ് എഡിറ്റേഴ്സിൽ ഇരുന്ന് പറയണം. എന്നിട്ട് അതിൽ അരുൺ തന്നെ പറയുന്നുണ്ട്, ബാക്കി ക്യാമ്പുകളിൽ നിന്നൊന്നും അങ്ങനത്തെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞില്ലെങ്കിൽ ശരിയാവുമല്ലോ, ആൾക്കാർ തെറി വിളിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ എന്ത് തൊട്ടേനും പിടിച്ചതിനൊക്കെ പ്രശ്നമാണ്. അപ്പൊ ഇനി കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ ക്രൈസിസ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ CPM തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരാൾ പറയും, ബാക്കിയുള്ളവർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതാണല്ലോ അവരുടെ രീതി. ആ രീതി കോൺഗ്രസിൽ പണ്ട് മുതലേ ഇല്ല. അതുകൊണ്ട് തന്നെ ക്രൈസിസ് വരുമ്പോൾ കുറെ കൂടെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഓഫ് കോഴ്സ് CPMനായിരിക്കും. അതിന് ഞാൻ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രൈവറ്റ് ചാനല്, പാർട്ടി ബേസ്ഡ് ചാനൽ അല്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു ചാനൽ കൈരളിയെ പോലും നാണിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് പരിപാടികൾ നടത്തുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയില്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം. എൻ്റെ പേഴ്സണൽ മാത്രം അഭിപ്രായമാണ്. ഓക്കെ, ഞാനിതാണ് ഇവരുടെ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും CPM ഫുൾ ഓക്കെ, കോൺഗ്രസ് എന്ന് പറയുന്നത് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നം. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനോടൊരു കാര്യം കൂടെ പറയാനുള്ളത്, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങളെ ഒതുക്കാൻ വേണ്ടി നിങ്ങളുടെ പാളയത്തിൽ നിന്ന് തന്നെ ആൾക്കാരുണ്ട്. ഇപ്പൊ തന്നെ KC പക്ഷക്കാരോ സതീശൻ പോരാ KC വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ചാനലുകാർ ഓഫ് കോഴ്സ് ഇതുപോലെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുപോലത്തെ ചാനലുകാർ റെഡി ആയിട്ടിരിക്കണം. എങ്ങനെയെങ്കിലും നിങ്ങൾ ഒതുക്കണം. കാരണം അവരുടെ അന്ന് മുതൽ തുടങ്ങിയ ഫ്രസ്ട്രേഷനും ട്രോമയും ഇതുവരെ മാറിയിട്ടില്ല. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ ഒരു സക്സസ് ആവുമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ടീമുകളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ അനാവശ്യമായി പത്രക്കാരെ കാണുന്നത് നിർത്തുക എന്നുള്ളതാണ്. 24 മണിക്കൂറും പത്രക്കാരോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പുക കണ്ടേ അടങ്ങത്തുള്ളൂ. കാരണം പത്രക്കാരെ സംബന്ധിച്ച് മസാല വാർത്തകളാണ് വേണ്ടത്. അല്ലാണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വാർത്ത ചെയ്യുന്നവരൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ജനകീയനാകുമെന്നും പറഞ്ഞുകൊണ്ടും പത്രക്കാരുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ അവന്മാർ നിങ്ങളെ പുക കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എനിക്ക് നിങ്ങളുടെ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ അതിലൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരാൾ നമ്മുടെ പണ്ടത്തെ മുഖ്യമന്ത്രി
മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അങ്ങേരെ ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ കൈരളീൻ്റെ 2-3 റിപ്പോർട്ടർ ഉണ്ടാവും, അമ്മമാരൊരു 3 ചോദ്യം ചോദിക്കും, അത് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും, അതിന് വിശദീകരിച്ച് മറുപടി പറയും. ബാക്കി പത്രക്കാർ ആരെങ്കിലും 1-2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഹ ഹ ഹ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചങ്ങ് തള്ളും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങും തൊടാത്തൊരു മറുപടി പറയും. പുള്ളി ടൈമായി, ഓക്കെ തീർന്നു എന്നും പറഞ്ഞ് എണീറ്റ് പോകും, പരിപാടി തീർന്നു. മാത്രമല്ല പുള്ളിയോട് അങ്ങനെ ഈ ചൊറിയുന്ന ചോദ്യമൊന്നും അങ്ങനെ ചോദിക്കില്ല കേട്ടോ, അത് വേറെ കാര്യം. അതിൽ കുറച്ച് പേടിയുണ്ട് ആൾക്കാർക്ക്. പക്ഷെ സതീശനോട് അങ്ങനെയൊന്നുമില്ല. സതീശനൊന്നുമല്ല, കോൺഗ്രസിൽ ഒരു നേതാക്കന്മാരോട് അങ്ങനത്തെ ഒരു ബഹുമാനമോ റെസ്പെക്റ്റോ ഒന്നും ആരും കൊടുക്കൂല. കാരണം എന്തും ചോദിക്കാം, എന്ത് തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ കോൺഗ്രസ്സുകാരോട് പത്രക്കാർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക, പറയേണ്ടാത്ത കാര്യങ്ങൾ പറയണ്ട. ഒരു ലിമിറ്റഡ് സമയത്തിൽ പത്രസമ്മേളനം നിർത്തുക, ബാക്കി പരിപാടികൾ നടത്തുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആവശ്യമില്ലാത്ത ഈ ചോദ്യങ്ങൾ മൊത്തം തലയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോക്കസ് തന്നെ മാറിപ്പോവും. നിങ്ങൾ ഈസി ആയിട്ട് കുഴിച്ചടിക്കാൻ പറ്റും. അപ്പോൾ അത് ഏത് ഒരു കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാലും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാനും അതിൽ തെറ്റുകൾ വരുത്താനും ഇവർക്ക് ഈസി ആയിട്ട് സാധിക്കും. നിങ്ങൾ എത്ര നേരം അവരുടെ മുമ്പിൽ നിന്ന് കൊടുക്കുന്നു അത്രയും നമ്മൾ ട്രാപ്പിലാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പം പത്രസമ്മേളനം ആവശ്യത്തിന് നടത്തുക, നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അല്ലാണ്ട് പിന്നെ താങ്കൾക്കുള്ള ഒരു പ്രശ്നം, താങ്കൾ നിലപാടുകളുടെ രാജകുമാരൻ എന്നുള്ളൊരു ഇമേജുമായിട്ട് നടക്കുന്ന ഒരാളാണ്. അത് തന്നെ ഡേഞ്ചറാണ്. കാരണം ഈ നിലപാടെന്ന് പറയുന്നത് എന്താണ്? ഇന്നിപ്പോൾ ഞാൻ എടുത്തൊരു നിലപാട് നാളെ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് തിരുത്തേണ്ടി വരും, അതല്ലേ ശരി? അപ്പോൾ നിലപാടുകളുടെ രാജകുമാരൻ എന്നുള്ളൊരു ഇമേജ് താങ്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ താങ്കളുടെ കാര്യം അതോടെ പോക്കാം. കാരണം എന്താ, 10 കൊല്ലം മുന്നേ പറഞ്ഞൊരു കാര്യം പിന്നെയും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരും, അത് ഈവൻ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും. അപ്പോൾ ഇതുപോലെയുള്ള ഇമേജൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരി, പിന്നെ കാണാം.